അമൃതം പൊടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബിസ്ക്കറ്റാട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. ഏത് ഇഷ്ടപ്പെടാത്ത കുട്ടികളും കഴിച്ചു പോകും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് അമൃതം പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ഇല്ലാച്ചെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവർ ഏതാച്ചെങ്കിൽ അത് ചേർത്താൽ മതി. ഇനി രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നട്ട്സൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ. കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചൊക്കെ വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം. അമൃതം പൊടിയിൽ അതൊക്കെ ഉണ്ടാവും, എന്നാലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത് വെച്ചെങ്കിൽ അത് ഒഴിച്ചെടുക്കാം കേട്ടോ. കാരണം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നെയ്യ് ആകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ നന്നാവും, ടേസ്റ്റും കൂടും ചെയ്യും. ഇതിലോട്ട് ഒട്ടും വെള്ളം ചേർക്കരുത്. നെയ്യോ ഓയിലോ ചേർത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. നമ്മൾ ഓയിൽ ഒഴിച്ചെടുക്കുമ്പോൾ ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കണ്ട, കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം അമൃതം പൊടിക്ക് കുറച്ച് നനവായാൽ തന്നെ നല്ലോണം പൊതിർന്ന് കിട്ടും. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലായി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കണം. അതിനനുസരിച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് ചെറിയ ബോൾസാക്കിയിട്ട് വേണ്ട ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ ഇത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്തി കൊടുക്കാം കേട്ടോ. നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ ബിസ്ക്കറ്റ് രൂപമാക്കാം. അപ്പോൾ ഇതല്ലാതെ ഇതുപോലെ പരത്തിയെടുക്കാം. ഞാനിത് കുക്കറിലാട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഓവനിൽ വേണമെങ്കിൽ അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് ആട്ടോ എടുത്തിട്ടുള്ള സ്റ്റീലിൻ്റെ. ഇതിനടിയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓരോന്നായിട്ട് വെച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് വെച്ചെടുക്കുന്ന സമയത്ത് വിട്ടിട്ട് വേണ്ടോ വെച്ചെടുക്കാൻ. കാരണം അടുത്ത് തന്നെ വെച്ചെടുത്താൽ ഇതൊന്നും കൂടി ഒന്ന് ബേക്ക് ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടി വലിപ്പം കൂടുമല്ലോ. അപ്പോൾ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ വിട്ടിട്ട് വേണ്ടോ ഓരോന്നായിട്ട് വെച്ചെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ കുക്കർ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലായിട്ട് ഞാനൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് സ്റ്റീലിൻ്റെ. ഇതിൻ്റെ മുകളിലോട്ടാണ് ഇത് വെച്ചെടുക്കുന്നത്. ഇത് വെച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് കുക്കർ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് വേണം വെച്ചെടുക്കാൻ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു അടപ്പും വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു 15 മിനിറ്റ് സമയം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ട ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ അത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചൂടോടെ ആയിരിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടേക്കാം കേട്ടോ. പിന്നെ ചൂടൊക്കെ മാറിയാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.